മറ്റാർക്കും യാതൊരു അവകാശവും പറയാനില്ലാത്ത സ്വന്തം ട്രേഡ് മാർക്കുള്ള ഒരു സാധനമാണ് ഇത്. എൻ്റെ സ്വന്തം ചേന. ഈ വർഷം ആദ്യമേ, അതായത് 2025 ജാനുവരിയിലാണ് ഞാനിത് കുഴിച്ചു വെച്ചത്. വലിയ ഒരു തണ്ടുകൊണ്ട് ചെറിയൊരു തണ്ടുകൊണ്ട്. വലിയ തണ്ട് മൂത്തുപോയി, പക്ഷെ ചെറിയ തണ്ട് മൂത്തിട്ടില്ല. ഇന്ന് നമ്മൾ അതിൻ്റെ തണ്ടെല്ലാം തോരനെടുക്കുന്നു, ഇലയെല്ലാം കോഴിക്ക് കൊടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഈ ചെറിയ ചേനത്തണ്ടാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കോഴികൾക്കുള്ളതാണ്. ഇത് നമുക്കുള്ളത്. അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ആദ്യമേ തന്നെ എടുക്കുന്നത്. ഇത് കോഴികൾക്ക് 2 ദിവസത്തേക്കുള്ള ഫുഡുണ്ട്. ഇനി ഈ തണ്ടിനെ അടിയിൽ നിന്ന് മുറിക്കാം. നമ്മുടെ അരക്കുകല്ലിൻ്റെ മറ്റൊരു യൂസാണിത്. കോഴിക്ക് തീറ്റ അരിയുക. ഹൈറ്റ് ശരിയാണ്, എല്ലാം കറക്റ്റായിട്ട് നിന്ന് നമുക്ക് അരിയാൻ പറ്റും. അലക്കുകല്ലിൻ്റെ ഓരോരോ യൂസസേ. അപ്പോൾ നമ്മൾ ഇത് കുറച്ച് അരിഞ്ഞു കൊടുക്കാം. ബാക്കിയുള്ളത് അവർക്ക് അതേപടി അവിടെ വെച്ച് കൊടുത്താൽ അവർ കുറച്ചായിട്ട് കഴിച്ചോളും. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അവർക്ക് അതിനകത്ത് നിന്ന് കൊത്തി എടുത്ത് കഴിക്കാൻ പറ്റും. കുറേ അരിഞ്ഞു കൊടുത്തേക്കാന്ന് വെച്ചു. ഈ തണ്ടിനെ ഒന്ന് ചെറുതാക്കിയിട്ട് വേണം അവർക്ക് അരിഞ്ഞു കൊടുക്കാൻ. ഇലയൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് പലതായിട്ടും ഒന്ന് വരഞ്ഞിട്ടരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് തന്നെ കിട്ടും. നമുക്കുള്ള ചേനത്തണ്ടാണിത്. ഇത് എനിക്ക് വലിയ ചൊറിച്ചിലൊന്നും ഇല്ലാത്ത ആളാണ്, അതുകൊണ്ട് ചൊറിയില്ല എന്നുള്ള വിശ്വാസം തന്നെയാണ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അകത്തോട്ട് കൊണ്ടുപോകാം. ഇതിനെ ഞാൻ പല പീസായിട്ട് മുറിക്കുക. ഇത്രയും പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തു. ഇനി ഇതിൻ്റെ തൊലി നല്ല രീതിയിൽ ചെത്തിക്കളയണം. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് വെള്ളമാണ്. നമുക്കിത് ഫീൽ ചെയ്യാം, കറക്റ്റ് വെള്ളം ഇരിക്കുന്നത്. പിന്നെ ഈ തൊലിയും നമ്മൾ വേസ്റ്റ് ആക്കില്ല. ഇത് അതേപടി കോഴിത്തീറ്റയുടെ അകത്തോട്ട് പോവാണ്. അപ്പം തന്നെ അതിനെ മുറിക്കുന്നു. ഇതെല്ലാം അവർക്ക് തീറ്റയായിട്ട് പോകും. നമ്മുടെ വീട്ടിൽ ഒരു സാധനം പോലും വേസ്റ്റ് ആക്കാറില്ല. ഒന്നെങ്കിൽ കോഴിക്കായിട്ടോ അല്ലെങ്കിൽ ബയോഗ്യാസിലേക്ക്. കോഴിക്ക് പോയി കഴിഞ്ഞാൽ അവർക്കത് തീറ്റയാകും. പിന്നെ ഇതൊന്നുമല്ല കോഴിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ ബയോഗ്യാസിലേക്ക് പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാലോ അത് നമുക്ക് ഗ്യാസായിട്ട് തിരിച്ചു വരികയും ചെയ്യും. യെസ്, അങ്ങനെ 3 നല്ല ചേനത്തണ്ട് കിട്ടി. ഇത് നമുക്കിന്ന് തോരനെടുക്കാം. ഇന്ന് ഞാൻ ഇവർക്ക് കുറച്ച് ഇലകൾ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ഇവർക്ക് ഇവിടുന്ന് കൊത്തി കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാ കൂട്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഫ്രഷ് വെജിറ്റബിൾസ് ആണ് അവർ കഴിക്കട്ടെ. സോ ഇത്രയും ചേനത്തണ്ടാണ് നമ്മൾ വൃത്തിയാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. ഇത്രയും പീസസ് ഉണ്ട്. പക്ഷേ ഇത് കണ്ടിട്ട് ഒത്തിരി ഉണ്ടെന്നൊന്നും തോന്നണ്ട, കാരണം ഇതെല്ലാം ചുരുങ്ങിപ്പോകും. പിന്നെ
എനിക്ക് ഇത് കൈ ചൊറിയില്ല. കൈ ചൊറിയുന്നവരുണ്ടെങ്കിൽ കയ്യിൽ ഇച്ചിരി എണ്ണ പുരട്ടിയിട്ട് വേണം ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ ചൊറിച്ചിൽ വരില്ല. അപ്പോൾ ഇനി എന്നെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. റണ്ണിങ് വാട്ടറിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഒരു വലിയ പീസാണ്. ഇതിനെ ഒന്നുകൂടെ നടുവേ മുറിക്കാം. എന്നിട്ട് ഒരു ചെറിയ ഐഡിയ ആണ്, 2 എണ്ണം മതി. ഓക്കെ, ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വരിക. എങ്ങനെ സമയം ലാഭിക്കാം എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇനി ഇതിനെ ഒന്നിച്ചങ്ങാരിയാം. അപ്പോൾ ഒരേ സമയം ഇത്രയും പീസസ് കിട്ടും. യെസ്, ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെ ആൻ ഐഡിയ ക്യാൻ സേവ് യുവർ ടൈം. അപ്പോൾ ഇത്രയും പീസസ് നമുക്ക് ഒന്നിച്ചരിയാൻ പറ്റി. അപ്പം നമ്മുടെ സമയം എത്ര ലാഭിച്ചു. ഇതിനെയും നമുക്ക് ഒന്നിച്ച് വെച്ച് തന്നെ അരിയാം. ചെറുതാക്കുക, വരഞ്ഞു കൊടുക്കുക. ടൈമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് പഠിച്ചാൽ നമുക്ക് എന്തും മാനേജ് ചെയ്യാം. ഇന്ത്യൻ പ്രസിഡൻറ്റും നമുക്കും ഒരേ ടൈമാണ്, പക്ഷേ ദ വേ വി മാനേജ് ദ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്നിച്ച് പിടിക്കുക, അരിയുക. എത്ര ഈസി ആയിട്ടും എത്ര എളുപ്പത്തിൽ കാര്യം കഴിയുന്നു. ഇത് നമ്മൾ ഓരോന്നായിട്ട് എടുക്കാൻ പോയാലോ എത്ര ടൈം എടുക്കും. അങ്ങനെ ഒന്നിച്ച് വെച്ച് അരിഞ്ഞുകൊണ്ട് പെട്ടെന്ന് തീർന്നു. എല്ലാം കിട്ടി. ഏതാണ്ട് ഒരേ മെഷർമെൻറ്റ്സിലുള്ള പീസസാണ്. ഇതെല്ലാം ചുങ്ങിപ്പോകും, കാരണം വെള്ളമാണ് ഇത് മുഴുവൻ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തണ്ട് മുഴുവനും നല്ല രീതിയിൽ വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. ചൊറിച്ചിലുണ്ടായിട്ടല്ല, എനിക്ക് പിന്നെ ഗ്ലൗസ് ഇട്ടാണ് ശീലം. വെള്ളം തൊടുന്ന എന്തിനും ഞാൻ ഗ്ലൗസ് ഇടും. ഇങ്ങനെ ഇരിക്കും. ഇത് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും, താന്നു പോവില്ല. കഴുകിയെടുത്തിട്ട് ഇങ്ങനെ വാഴാനുള്ള ഒരു പാത്രത്തിലേക്ക് വയ്ക്കുക. ഇത് ഡബിൾ സിങ്കാണ്, അതുകൊണ്ട് എനിക്ക് എളുപ്പമാണ്. ഒരു സൈഡിൽ വെച്ച് നമുക്ക് വയ്ക്കുക, ഒരു സൈഡ് നമുക്ക് പാത്രം വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ കഴുകി നമ്മൾ ഇത് വാലാൻ വയ്ക്കുന്നു. മീൻ ടൈം നമ്മുടെ അരപ്പ് നമുക്ക് റെഡിയാക്കാം. ഇനി നമുക്ക് നമ്മളുടെ അരപ്പിനുള്ളത് ചതയ്ക്കാം. അതിനായിട്ട് ഒരു 3 വെളുത്തുള്ളി, കുറച്ച് ജീരകം, നമ്മുടെ സ്വന്തം കാന്താരി, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി, തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇത് ചതച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ റെഡിയാക്കാം. ആസ് യൂഷ്വൽ പാൻ അടുപ്പയിൽ വയ്ക്കുക, എണ്ണ ഒഴിക്കുക, കടുകിടുക, വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി, രണ്ട് വത്തൽമുളക്, ബാക്കി കരിയാപ്പില. തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ്
അരപ്പൊന്ന് ചെറുതായിട്ട് മൂത്ത് വരട്ടെ. മഞ്ഞൾപ്പൊടി, നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചേനത്തണ്ട് മുറിച്ച് വെച്ചിരിക്കുന്നത്, നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ചേനത്തണ്ട് മാത്രമല്ല, നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ, വൻപയർ ഇന്നലെ കുതിർത്തിട്ടത് ഇന്ന് നമ്മൾ രാവിലെ വേവിച്ചെടുത്തതാണ്, അതുകൂടെ ഈ കൂടെ ഇടണം. ഇതിനകത്തൊന്നും വെള്ളം വേണ്ട, കാരണം ഈ തണ്ടിൽ നിന്ന് വെള്ളം നല്ല പോലെ ഇറങ്ങും. ഒരു സാധനം മറന്നു, ഉപ്പ്. ആവശ്യത്തിന് മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കിയിട്ട് മൂടി വയ്ക്കണം. കാരണം ഈ ചേനത്തണ്ടിൻ്റെ വെള്ളമെല്ലാം ഇപ്പോൾ ഇറങ്ങി താഴോട്ട് വരും. അടച്ചു വെച്ച് വേവിക്കുക. ഇടയ്ക്കൊന്ന് അടി കൂട്ടി ഇളക്കിയിടണം. ഏറ്റവും ചെറിയ തീ മതി വെള്ളം ഇറങ്ങാനായിട്ട്. അതുകൊണ്ട് ഞാൻ അടുപ്പിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി ചെറിയ ബേണറിലോട്ടാക്കി, എന്നിട്ട് ഏറ്റവും തീ കുറച്ചിട്ടിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് നോക്കണം. യെസ്, വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ ചേന നമ്മൾ എടുത്ത് കഴിച്ച് നോക്കുമ്പോൾ, ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ കരുകരിപ്പ് മാറണം. അപ്പം നമുക്ക് മൂട തുറന്ന് നോക്കാം. ഈ പാത്രം നിറച്ചിട്ട സാധനമാണ്, അത് ചുരുങ്ങി ചെറുതായിട്ട് ഇപ്പം ഇത്രയേ ഉള്ളൂ. ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. കരികരിപ്പൊക്കെ മാറി നല്ല സൂപ്പർ തോരൻ. അങ്ങനെ നമ്മുടെ ചേനത്തണ്ടും പയറും തോരൻ റെഡിയായി കഴിഞ്ഞു. ചോറിനൊക്കെ കൂട്ടാൻ സൂപ്പർ സാധനമാണ്. നല്ല സ്വാദിഷ്ടമായ തോരൻ. കറുകറപ്പൊപ്പം മാറി പയറും എല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റ്.